ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യട്ടോ. ഇനി ഒരു കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ആദ്യം കടുക് പൊട്ടിക്കുക. എന്നിട്ട് 2 പട്ടയുടെ കഷ്ണം, 4 ഗ്രാമ്പൂ, 2 ഏലക്ക അതൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സവാള ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം വഴറ്റി ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വേവിക്കുക. എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഇത് വരണം. കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളൊക്കെ ഒരു 100 ഗ്രാം വെച്ചിട്ടുണ്ടാവും. പട്ടാണി കടല, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, കോളിഫ്ലവർ ഒരു 100 ഗ്രാം വെച്ചിട്ടാണ്. ഒരു 6 പച്ചമുളക് നടുകീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ മുളകും പൊടി ഇടുന്നില്ല. പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പിട്ടിട്ട് നല്ലൊന്ന് വേവിക്കുക. കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുത്തു. അത് വേവാനുള്ള ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ചൂട് പോയതിന് ശേഷം കുക്കർ തുറന്ന് പട്ടാണി കടല വേവിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു അരമുറി തേങ്ങയുടെ പാല് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ്. അതൊഴിച്ചെടുത്ത് നമുക്ക് കറിക്ക് അനുസരിച്ചിട്ടുള്ളത് ഒഴിച്ചെടുക്കുക. പിന്നെ ലേശം കുരുമുളകും പൊടി ഇട്ട് 2 പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് ഒന്ന് കുറച്ച് സമയം മൂടി വെച്ച്. ഇപ്പോൾ നമ്മൾ കുറുമ റെഡി ആയിട്ട് മഞ്ഞ കളറിലുള്ള കുറുമയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ചപ്പാത്തിയിൽക്കും വെള്ളപ്പത്തിൽക്കൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ.